മാസപ്പടി കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടങ്ങാൻ ഇഡി. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയെ ഇന്ന് ചോദ്യം ചെയ്യും. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയും. പിണറായി വിജയന്റെ മകൾ വീണ ടി ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. ഈ അനധികൃത പണമിടപാടിലടക്കം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അനുശ്രീ, ഇന്നു മുതൽ ചോദ്യം ചെയ്യൽ കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് വളരെ വിപുലമായി ഇഡി നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യാനടക്കമുള്ള നോട്ടീസ് നൽകുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നടന്നെങ്കിലും അവർ അവധി അപേക്ഷ നൽകുകയായിരുന്നു. പിന്നീട് ഇനിയുള്ള ഊഴം CMRL ഉദ്യോഗസ്ഥരുടേതായിരുന്നു. MD ശശിധരൻ കർത്ത അദ്ദേഹം അവധി അപേക്ഷ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ജോയിൻ്റ് MD ആയ അദ്ദേഹത്തിൻ്റെ മകൻ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയുടെ ചോദ്യം ചെയ്യലായിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കുക. ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 4ഓളം ഉയർന്ന ഉദ്യോഗസ്ഥർ CMRL ഉയർന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഫിനാൻസ് വിഭാഗമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടാണ് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്നും നാളെയുമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും വേണം. ബുധനാഴ്ചയാണ് വീണയോട് ഹാജരാകാൻ രണ്ടാമത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യ നോട്ടീസിന് മറുപടിയായിട്ടാണ് വീണ്ടും ഹാജരാകാനായിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം ഹാജരാകാൻ ആവശ്യപ്പെടുകയും ബുധനാഴ്ച ഹാജരാകാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ ഹാജരാകുമോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഒരു 3 തവണയെങ്കിലും ഇത്തരം അവധി അപേക്ഷകൾ നൽകാൻ സാധ്യതയുള്ളതാണ്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് 3 തവണയെങ്കിലും നോട്ടീസ് നൽകാനുള്ളൊരു സാവകാശമെല്ലാം തന്നെയുണ്ട്. എന്തായാലും അത് ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. ഇതിപ്പോൾ ഈ 2 ദിവസങ്ങളിലായിട്ട് CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർണ്ണമാവും. അതിനുശേഷമായിരിക്കും വീണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക. ഈ ഇടപാടുകളിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട്. ഈ മാസപ്പടി കേസ് പൂർണ്ണമായും കള്ളപ്പണ ഇടപാടാണ് എന്നൊരു നിഗമനത്തിലാണ് ED മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കടക്കം നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് CMRL ഉദ്യോഗസ്ഥർ തന്നെ ഈ എക്സാലോജിക്കിൽ നിന്ന് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന രീതിയിലുള്ള മൊഴി നേരത്തെ മറ്റ് അന്വേഷണ ഏജൻസികൾക്കടക്കം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സാങ്കത്യം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇവർക്ക് ബോധിപ്പിക്കാനുള്ളത്? ആ മൊഴിയുടെ ഒരു സാരാംശം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരണം തേടും. ഇവർക്ക് നൽകിയിരിക്കുന്ന തുക അത് ഏത് തരം സേവനങ്ങൾക്കാണ്, അതോ ഇവർ പറയുന്നത് പോലെ ഒരു കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകി പോവുകയായിരുന്നു. അതിൽ ആ ഒരു കാലയളവിൽ ഇത് സേവനം നൽകിയാലും ഇല്ലെങ്കിലും പണം നൽകേണ്ടതാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലാണോ കൈമാറിയിട്ടുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വിശദീകരണവും തേടും. എന്തായാലും ഈ ദിവസങ്ങളിൽ CMRL കേസിൽ, ഈ മാസപ്പടി കേസിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലെല്ലാം വളരെ നിർണായകം തന്നെയാണ്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.